മണ്ണും ആകാശവും ഈ ഒരു ടൈറ്റിൽ എനിക്ക് അയച്ചിട്ട് ഈ ഒരു ടിയാഫിൻ്റെ പ്രോഗ്രാം ജനറൽ കൺവീനർ കവിയും എഴുത്തുകാരനുമായ തെൻസീം കുറ്റ്യാടി എന്നോട് പറഞ്ഞു, കവിതയുടെ മണ്ണും ആകാശവും മാഷുടേതായ രീതിയിൽ ഞങ്ങളുമായി പങ്കുവെക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. ഈ വിഷയത്തെ പല രീതിയിലൊക്കെ കൊണ്ടുപോകാം. അക്കാദമികമായ രീതിയിലുള്ള, സൈദ്ധാന്തികമായ രീതിയിലുള്ള ഒക്കെ ഇതിനെ നമുക്ക് സമീപിക്കാനാവും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എഴുത്തുകാരെന്ന രീതിയിൽ, കവിത എഴുതുന്നവരും കവിത ഇഷ്ടപ്പെടുന്നവരും എന്നൊക്കെ രീതിയിൽ നമ്മളൊരു അതിൻ്റെ കൂടുതൽ സൗന്ദര്യാത്മകമായ ആനുഭൂതികമായ തലങ്ങളിലൂടെ ഇതിനെ സമീപിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കവിതയുടെ മണ്ണും ആകാശവും എൻ്റെ വീട്ടിൻ്റെ അടുത്ത്, ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ കുറ്റ്യാടിക്കടുത്ത പാലേരി മാണിക്യത്തിൻ്റെ നാട്ടിലാണ്. പാലേരി മാണിക്യം നമുക്കറിയാം. പാലേരി മാണിക്യം നോവലിലൂടെയും ടി പി രാജീവൻ്റെ നോവലിലൂടെയും പിന്നീട് രഞ്ജിത്ത് സംവിധാന സിനിമയിലൂടെയൊക്കെ മമ്മൂട്ടിയൊക്കെ തകർത്തഭിനയിച്ച ആ മാണിക്യത്തിൻ്റെ രാജീവ് മാഷ് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, മാണിക്യത്തിൻ്റെ നിലവിളി എല്ലാ പാതിരാവിലും ഞാൻ കേൾക്കാറുണ്ടെന്ന്. അത് ശരിയാണ്. ശരിക്കും അതിനെ അറിഞ്ഞവർക്ക് ഇപ്പോഴും, ഇപ്പം രാജീവ് മാഷില്ല, പക്ഷേ ഞങ്ങളൊക്കെ ഇപ്പോഴും മാണിക്യത്തിൻ്റെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാണിക്യത്തിൻ്റെ നാട്ടിൽ അവിടെയുള്ള വിശാലമായൊരു വയൽ പ്രദേശം, അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടത്തേക്ക് നടക്കാൻ ഇറങ്ങിയാൽ ഉള്ള സമയത്തൊക്കെ ഞാനവിടെ നടക്കാൻ പോകും, രാവിലെ ആയാലും വൈകുന്നേരമായാലൊക്കെ. അവിടെ നടക്കാൻ ഇറങ്ങിയാൽ കവിതയുടെ മണ്ണും ആകാശമാണ്. എല്ലാവരെയും ആ വയലിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അത്രയ്ക്കും മനോഹരമായ എല്ലാം ഉണ്ട്. പച്ചപ്പുണ്ട്, പറവകളുണ്ട്, ദൂരെ കാണുന്ന മലകളുണ്ട്, കുന്നുകളുണ്ട്, വൈവിധ്യപൂർണമായ, ഇപ്പോഴും കേരളത്തിൽ അപൂർവമായി നിലനിൽക്കുന്ന വയലുകളുടെ സമ്പന്നമായ ഒരു സൗന്ദര്യമുള്ള ഒരിടമാണ്. എത്ര കാലം അത് ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ അവിടെ അതിലൂടെ നടന്നു പോയപ്പോഴൊക്കെയുള്ള രീതിയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് വിസ്മയകരമായി തോന്നുന്ന ചില ആലോചനകളുടെയൊക്കെ, ഇതിൽ കുറേ കവിതകളൊക്കെ ഞാൻ ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പുതിയ ഒരു സമാഹാരത്തിൻ്റെ ആലോചനയിൽ അങ്ങനെയുള്ള കുറേ കവിതകൾ വരുന്നുണ്ട്.